ഇപ്പോൾ രാഹുലിനെതിരെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്നുകൂടി, അതെല്ലാം ശബ്ദ സന്ദേശങ്ങളായാണ് പുറത്തു വരുന്നത്. രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് യുവതിയോട് രാഹുൽ സംസാരിക്കുന്നത്. കേൾക്കാം. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. തന്റെ പെർമിഷൻ ഇല്ലാതല്ല, താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അതിപ്പോ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. താൻ എങ്ങനെ ഇടോ, അത് സ്വാഭാവികമല്ലേ? താനിപ്പോ തന്നെ പറ്റി മാത്രമല്ലേ ആലോചിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചെന്നറിയോ, പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തർ, ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാനായി വാർത്താ സമ്മേളനം വിളിച്ചത്. എങ്ങനെ ഇതിനെയൊക്കെ ഏത് നിലയിലാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാൻ കഴിയുക നമുക്കറിയില്ല. ഇതൊക്കെ എല്ലാം ശബ്ദ സന്ദേശങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം അത് തെളിയിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യം അവിടെ നിൽക്കുന്നു. എങ്കിൽ പോലും ഇതിങ്ങനെ കൂടുതൽ തെളിവുകൾ ശബ്ദ സന്ദേശങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസവും പുറത്തു വരികയല്ലേ? ദിവിഷ, കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗം ആശങ്കപ്പെടുന്നത് ഇതുതന്നെയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇനിയും പുറത്തു വന്നാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖയാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചു എന്ന രീതിയിലുള്ള ആരോപണവും അതിനെ സാധൂകരിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നത്. അതേ പെൺകുട്ടിയുടെ മറ്റൊരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടി ഗൗരവമാണ് കാര്യങ്ങൾ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശബ്ദം മറ്റൊരു സ്വഭാവത്തിലേക്ക് വഴിമാറുന്നുണ്ട്. അതിനൊരു ഭീഷണിയുടെ സ്വരമുണ്ട്. മാത്രമല്ല, ഒരു വധഭീഷണിയുടെ സ്വരം എന്ന് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലൊക്കെ സംഭാഷണം വഴിമാറുകയും ചെയ്യുന്നുണ്ട്. തന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണം എന്ന് തനിക്ക് ഊഹിച്ചൂടെ? ഒരിക്കൽ കൂടി ആ ഓഡിയോ സന്ദേശം ഒരിക്കൽ കൂടി എന്ന് കേട്ട ശേഷം അന്തരിലേക്ക് എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. തന്റെ പെർമിഷൻ ഇല്ലാതല്ല, താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. തന്റെ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അതിപ്പോ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. താൻ എങ്ങനെ ഇടോ, അത് സ്വാഭാവികമല്ലേ? താനിപ്പോ തന്നെ പറ്റി മാത്രമല്ലേ ആലോചിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചെന്നറിയോ, പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞാൽ താൻ എനിക്കൊരു സമാധാനം ലഭിക്കുക. അത് ഉണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്ത് ചെയ്യുന്ന താൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് എന്തെന്നും പറഞ്ഞു കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. അല്ല, താൻ എന്താണോ സിനിമ കാണുകയാണോ ഇത്? സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയില്ല. തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം വേണ്ട. ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന
ഞാനൊരു ഒരു ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞെങ്ങനെ വളരുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഇതോ അത് എങ്ങനെ വളരുമെന്ന് ഈ പറയുന്നത്? എന്തും താൻ പറയട്ടാ, എന്തൊക്കെ ഭ്രാന്തായി കാണിക്കുന്നത്? ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു? ഇടത്തിലോ നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത്? താൻ എന്താ ഇങ്ങനെ ചെയ്യുന്നുണ്ട്? തന്നോട് എന്താണോ ചെയ്യുന്നത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് ലൈഫിൽ ഉറപ്പായും ബാധിക്കും. എന്റെ ലൈഫ് തകരും എനിക്കറിയില്ല. തന്റെ ലൈഫ് തകരത്തില്ല, തന്റെ ലൈഫ് തകരത്തില്ല. ഉറപ്പായും തകരും. തകരുന്ന പണിയാ താൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞല്ല. എനിക്ക് തന്നെ ഒന്ന് കാണണം. തലയൊക്കെ പൊട്ടിപ്പൊളി, എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയ. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എനിക്ക് എന്നെ കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ? കൊന്നിട്ടില്ല. താൻ എന്താ ചെയ്ത്? തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, ഇതാണ് ഈ ഓഡിയോ. ഇതൊക്കെ ഇങ്ങനെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ഇതിപ്പോൾ ആണെന്ന് പറയാം, ഫേക്ക് ആണെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കാൻ ഒരു രക്ഷ ശ്രമിച്ചേക്കാം. നമുക്കറിയില്ല, എപ്പോഴും ഇതിനൊന്നും യാഥാർത്ഥ്യം നമ്മളിതിൽ പറയാൻ ആളല്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വന്ന് പറയും? ഈ പാർട്ടി നേതൃത്വം എന്തുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഒരു ഇതിൽ വിശദീകരിക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ, അല്ലെങ്കിൽ രാജിവെക്കുകയാണെങ്കിൽ അത് നടക്കട്ടെ. അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തിരിപ്പിക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയാത്തത്ര ദുർബലമായി പോവുകയാണ് ഇനി വാദങ്ങൾ. കാരണം അത്രത്തോളം കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ള തെളിവുകളും ശബ്ദരേഖകളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദരേഖയെ അപേക്ഷിച്ച് ഈ ശബ്ദരേഖ കുറച്ചുകൂടി ഒരു കുറ്റകൃത്യ സ്വഭാവം കാണിക്കുന്നുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു ധ്വനി എന്ന് പറയുന്നത് ഭീഷണിയുടെ ശബ്ദമാണ്. അതിൽ ഈ പെൺകുട്ടി നേരിട്ട് കാണണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് പറയുന്നു. അത് എന്തിനാണ്, എന്നെ കൊല്ലാനാണോ എന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറയുന്നത്, തന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണ്ടിവരും എന്നൊക്കെ ഉള്ളത്. അതൊരു പരാതിയായി പോലീസിന്റെ മുന്നിലൊക്കെ എത്തിയാൽ അതൊരു വധഭീഷണി അല്ലെങ്കിൽ വധഭീഷണിയുമായി ബന്ധപ്പെട്ടൊക്കെ അടക്കമുള്ള ഗൗരവമായ കുറ്റകൃത്യമായി കണക്കാക്കിക്കൊണ്ട് നിയമ നടപടികളിലേക്ക് പോകാൻ കഴിയുകയും ചെയ്യും. പക്ഷേ ഇതൊന്നും ഇതുവരെ പോലീസിന്റെ മുൻപിൽ തെളിവായി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഒരു മൂന്നാം കക്ഷിയുടെ പരാതി പോലീസിന്റെ മുന്നിലുണ്ട്. അതിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിയമോപദേശങ്ങൾ പോലീസ് തേടുകയാണ്. കാരണം ഇപ്പോഴും പരാതിക്കാർ രംഗത്തില്ല എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. ഏതായാലും രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കോൺഗ്രസ് പാർട്ടിയെയും വളരെയധികം ദുർബലമാക്കുന്ന പുതിയ തെളിവ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നു, അല്ലെങ്കിൽ വന്നേക്കും എന്നുള്ള ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ഈ ശബ്ദരേഖ വന്നതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാതൃഭൂമി ന്യൂസിൻ്റെ അബിലാൽ അടക്കമുള്ള പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകർ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. അവിടെ വാർത്താ സമ്മേളനത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഒരുക്കിയിരുന്നു. കസേര അയാൾക്ക് ഇരിക്കാനുള്ളത് സജ്ജീകരണം ഒരുക്കിയിരുന്നു. വരുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇരിക്കാനുള്ള കസേരയും ഒരുക്കിയിരുന്നു. അപ്പോൾ അയാൾ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിൽ അത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വി ഡി സതീശൻ രാജിവെക്കട്ടെ എന്നുള്ളൊരു നിലപാട് എടുത്തതായിട്ടാണ് സൂചന. പക്ഷേ തൻ്റെ ഒരു പിന്തുണ രാഹുലിനില്ല എന്ന് മറ്റ് നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കൂടിയാകും വി ഡി സതീശൻ അത്തരമൊരു നിലപാടെടുത്തത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടിക്കകത്ത് കൂടുതൽ ചർച്ചകൾ നടത്തിയതിന് ശേഷം UDF അടക്കം ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തതിന് ശേഷം ഒരു നിലപാടെടുത്താൽ മതി എന്നുള്ള അഭിപ്രായവുമുണ്ട്. ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ചില നേതാക്കൾ നമ്മളോട് പറയുന്നത്. ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും